2020 കോവിഡിന്റെ സമയത്ത് ഇന്ത്യയിൽ ക്വിക്ക് ഇ കോമേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ആ ടൈമിലുണ്ടായിരുന്ന ഇ കോമേഴ്സ് എല്ലാം സ്ലോ ആയിരുന്നു. അതുപോലെ തന്നെ 3-4 ദിവസം വെയിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള കടകളിലെല്ലാം ഈ പറയുന്ന ഗ്രോസറീസും ഡെയിലി എസെൻഷ്യൽ പ്രൊഡക്ട്സും അവൈലബിൾ ആണെങ്കിൽ അതിനെ പെട്ടെന്ന് അങ്ങനെ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കാമെന്നായിരുന്നു ഇവരുടെ ബിസിനസ് മോഡൽ. സെപ്റ്റോ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള കൈവാലിയും ആദിത്തും കോവിഡിൻ്റെ തുടക്കകാലത്ത് ഉദിച്ചൊരു ആശയമായിരുന്നത്. അതുപോലെ തന്നെ അന്ന് US-ലൊക്കെ ക്വിക്ക് ഇ കോമേഴ്സ് ആയിട്ടുള്ള ഇൻസ്റ്റാകാർട്ടൊക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ആ ഒരു ബിസിനസ് മോഡലിൽ നിന്ന് അവരൊരുപാട് ഇൻസ്പയർ ആയിട്ടുണ്ട്. സോ ആ ഒരു ബിസിനസ് മോഡൽ ഇന്ത്യയിൽ അപ്ലൈ ചെയ്താൽ അവർക്കൊരു ബിഗ് പ്രോബ്ലമാണ് സോൾവ് ചെയ്യാൻ പറ്റുക. അതാണ് സമയം. ആളുകളുടെ സമയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ ഒരു ബിസിനസ് മോഡൽ ഇന്ത്യയിൽ ഉടലെടുത്തു. Care to guess what that company is worth now? Millions. Billions with a B. ആസ് ഓഫ് ജൂലൈ 2025 സെപ്റ്റോൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് $5.9 ബില്യൺ ആണ്. ഓരോ വർഷവും 25% ആണ് ഇതിൻ്റെ ഗ്രോത്ത്. ഈ വീഡിയോയിൽ സെപ്റ്റോൻ്റെ ഡാർക്ക് മോഡൽ സ്റ്റോഴ്സിനെ പറ്റിയും അവർ ചെയ്ത റൈറ്റ് തിങ്സും അവർ നേരിട്ട ചലഞ്ചസും അതുപോലെ തന്നെ അവരുടെ ഫ്യൂച്ചർ പ്ലാൻസും നമുക്ക് പരിചയപ്പെടാം. കോവിഡ് കാലഘട്ടത്തിൽ ആദ്യത്തെയും കൈവേലയും മുംബൈയിൽ അവരൊരു കാര്യം നോട്ടീസ് ചെയ്തു. ആൾക്കാർക്ക് പുറത്തുപോയി സാധനം വാങ്ങിക്കാൻ പറ്റില്ല. ബിക്കോസ് ലോക്ക്ഡൗണും അതുപോലെ തന്നെ കോവിഡിനെ പേടിച്ചുകൊണ്ടായിരിക്കും. ആ ടൈമിലുണ്ടായിരുന്ന ഗ്രോസറി ഡെലിവറി ആപ്സ് എല്ലാം ദിവസങ്ങളെടുത്തിട്ടാണ് ഡെലിവറി കിട്ടാറ്. സോ ഇവരുടെ നെയ്ബേഴ്സിനെല്ലാം ഗ്രോസറി എത്തിക്കാനായിട്ട് അവരൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. പിന്നീട് വാട്സപ്പ് ഗ്രൂപ്പിൽ ഓർഡേഴ്സ് കിട്ടുന്നതനുസരിച്ച് ഡെലിവറി ചെയ്ത് തുടങ്ങി. 256 പേര് മാത്രമേ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ലിമിറ്റ് എത്തിയപ്പോൾ അവരത് സ്കെയിൽ ചെയ്യാൻ തീരുമാനിച്ചു. ദെൻ അവരൊരു ആപ്പ് ബിൽഡ് ചെയ്തു. അതാണ് കിരാന കാർട്ട്. US-ൽ ഇൻസ്റ്റാകാർട്ടിൻ്റെ സെയിം മോഡലായിരുന്നു ഇന്ത്യയിലെ ഈ കിരാന കാർട്ട്. ഇൻസ്റ്റാകാർട്ട് ചെയ്തിരുന്നതും ഗ്രോസറി ഡെലിവറീസ് ആയിരുന്നു. അറൗണ്ട് $13 ബില്യൺ ആയിരുന്നു അന്ന് അതിൻ്റെ വാല്യുവേഷൻ. സോ അതിൻ്റെ ഒരു ഇന്ത്യൻ വേർഷൻ ആയിരുന്നു ഇവരുടെ ലക്ഷ്യം. ആ ടൈമിൽ ബിഗ് ബാസ്ക്കറ്റ് എന്ന് പറയുന്ന കമ്പനീസ് എല്ലാം ഇതുപോലെ ഡെലിവറീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മണിക്കൂറുകൾ വെയിറ്റ് എടുത്തിട്ടായിരുന്നു ഇവർ ഇതെല്ലാം ഡെലിവർ ചെയ്തിരുന്നു. സോ ഇവരുടെ വിഷൻ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് ഗ്രോസറീസും ഡെയിലി എസെൻഷ്യൽ ഗുഡ്സും കസ്റ്റമേഴ്സിലേക്ക് എങ്ങനെ എത്തിക്കുക എന്നതായിരുന്നു. സോ കിരാന കാർട്ട് ലോഞ്ച് ചെയ്ത ആദ്യത്തെ 5 വീക്സ് കൊണ്ട് തന്നെ അവർക്ക് 300 ഓർഡേഴ്സ് കിട്ടി. പിന്നീട് ഓർഡേഴ്സ് കൂടി വന്നപ്പോൾ അവർക്ക് കൂടുതൽ ആൾക്കാരെ ഹയർ ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെ ഫണ്ടിങ്ങും വേണ്ടി വന്നു. സോ അവർ സ്റ്റുഡൻറ്റ് ഫോക്കസ്ഡ് VC ഫണ്ടായിട്ടുള്ള കോൺട്രാറി ക്യാപിറ്റൽ അപ്ലൈ ചെയ്തു. ബിക്കോസ് അവർക്ക് അന്ന് 17 വയസ്സ് പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അപ്ലൈ ചെയ്ത് അവർക്ക് $50,000 റേസ് ചെയ്യാൻ പറ്റി. ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ ഏകദേശം 43 ലക്ഷത്തിന് മേലെ. We applied to this thing called a contrary capital. Was a fellowship, and it was a crazy idea for 2 kids sitting in Bombay. They basically said, we'll give you 40 lakhs for free, and like no questions asked, just take 40 lakhs if you're building something interesting. So at that point, we're like a student-focused VC fund. So said we'll give $50,000 to 5 teams that are working on. ഓർഡേഴ്സ് ഇൻക്രീസ് ആയി വരുന്നതനുസരിച്ച് അവർ കിരാന കാർട്ടും സ്കെയിൽ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷെ കസ്റ്റമേഴ്സിനോട് അഭിപ്രായം ചോദിച്ചപ്പോൾ കോവിഡ് കാലഘട്ടം കഴിഞ്ഞാൽ എല്ലാവരും തിരിച്ച് ഓഫ്ലൈൻ ഷോപ്പിംഗ് ചൂസ് ചെയ്യുന്നുള്ളതെന്നായിരുന്നു അവരുടെ അഭിപ്രായങ്ങൾ. We realized we would speak to customers, and they would tell us upfront, hey, we're using the app, there's lockdown, we don't really want to go out, but we don't really like the app, it's not that good, right? Once lockdown is over, we're just going to go back to like buying offline. സോ ആ ഒരു കാലഘട്ടം മാത്രമേ ഈ കിരാന കാർട്ട് വർക്ക് ആവുള്ളൂ എന്ന് അവർക്ക് മനസ്സിലായി. സോ അവരുടെ എൻ്റയർ പ്ലാൻ തന്നെ അവർ ചേഞ്ച് ചെയ്തു. പിന്നീടാണ് അവർക്ക് മനസ്സിലായത് ഗ്രോസറി ഡെലിവറി കമ്പനീസ് ഇന്ത്യയിൽ സക്സസ് ആവാത്തതിൻ്റെ മെയിൻ കാരണം ബിക്കോസ് ആളുകൾക്ക് ഫാസ്റ്റർ ഡെലിവറിയാണ് വേണ്ടത്. ഇന്ന് യൂസ് ചെയ്യേണ്ട സാധനം നാളെ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. സോ ടൈം അവർ കൂടുതൽ വാല്യൂ കൊടുത്തു. അങ്ങനെ ആ ഒരു പോയിന്റിൽ കിരാന കാർട്ട് പിന്നീട് സെപ്റ്റോയി മാറി. സോ ഈ ഒരു റീബ്രാൻഡിങ്ങിലൂടെ അവർ കൂടുതലും സ്പീഡാണ് ഫോക്കസ് ചെയ്തത്. അങ്ങനെയാണ് 10 മിനിറ്റ് ഡെലിവറി ഇന്ത്യയിൽ ഉടലെടുത്തത്. കിരാന കാർട്ട് ആയിരുന്ന സമയത്ത് അവരെങ്ങനെ ഡെലിവറി ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഡർ വരുമ്പോൾ ഡെലിവറി പോയി നേരെ ഗ്രോസറി സ്റ്റോഴ്സിലേക്ക് പോയിട്ട് അവിടെ നിന്ന് പാക്ക് ചെയ്തിട്ടാണ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ അത് അവർക്ക് 10 മിനിറ്റ് കൊണ്ട് അത് പോസിബിൾ അല്ലായിരുന്നു. സോ അവർക്ക് സ്പീഡിൽ ഡെലിവറി ചെയ്യണമെങ്കിൽ ഒരു ന്യൂ മോഡൽ ആവശ്യമായിരുന്നു. അവിടെ നിന്നാണ് അവർ ഡാർക്ക് സ്റ്റോഴ്സ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ കാരണം ഈ പറയുന്ന വ്യക്തിയാണ്. ഇയാളുടെ പേര് സുവീർ സുജാൻ, നെക്സസ് വെഞ്ചർ പാർട്ട്നേഴ്സിൻ്റെ കോ-ഫൗണ്ടറാണ്. ഇയാളാണ് സെപ്റ്റോന് ഡാർക്ക് സ്റ്റോർ മോഡൽ സജസ്റ്റ് ചെയ്തത്. ഡാർക്ക് മോഡൽ സ്റ്റോഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓഫർ ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും ഒരു സ്ഥലത്ത് കീപ്പ് ചെയ്ത് അവിടെ നിന്നാണ് ഡെലിവറി കൊടുക്കുക. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അതായത് ഓഗസ്റ്റ് 2025 ബാംഗ്ലൂർ ഏകദേശം 126 ഡാർക്ക് സ്റ്റോഴ്സ് ഉണ്ട്. കസ്റ്റമേഴ്സ് ഒരു ഓർഡർ പ്ലേസ് ചെയ്താൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്തുള്ള ഒരു ഡാർക്ക് സ്റ്റോർസ് ഏതാണോ അവിടേക്ക് നോട്ടിഫിക്കേഷൻ ചെല്ലും. ദെൻ അവിടുന്ന് ഡെലിവറി ബോയ് എടുത്ത് കസ്റ്റമേഴ്സിലേക്ക് നേരിട്ട് എത്തിക്കും. അപ്പോൾ ഈ ഒരു പ്ലാൻ സെപ്റ്റോ ഫൗണ്ടേഴ്സിന് നല്ലപോലെ ബോധിച്ചു. അപ്പോൾ അവർ ആ ഒരു കാര്യം എഗ്രി ചെയ്തു. അപ്പോൾ നെക്സസ് പാർട്ട്നേഴ്സ് സീരീസ് ഫണ്ടിങ് ആയിട്ടുള്ള $6.5 മില്യൺ ഇൻവെസ്റ്റ് ചെയ്തു. ഇന്ത്യൻ രൂപയിൽ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 56 കോടി രൂപ.
ആ ഒരു ടൈമിൽ തന്നെ ബ്ലിങ്കിറ്റും അതുപോലെ തന്നെ ഇൻസ്റ്റാമാർട്ടും എല്ലാം ഈ ഒരു മോഡൽ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഡാറ്റാസ് പ്രകാരം ആസ് ഓഫ് നവംബർ 2024 സെപ്റ്റോൻ്റെ മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത് 29% ആണ്. ഫൈനാൻഷ്യൽ ഇയർ 24 സെപ്റ്റോൻ്റെ റവന്യൂ എന്ന് പറയുന്നത് 4454 കോടി രൂപ. 2023 120% ഇവർക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ സെപ്റ്റോ എവിടെയാണ് റൈറ്റ് ആയത്? സെപ്റ്റോൻ്റെ സക്സസിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അവരുടെ എഫിഷ്യൻസിയാണ്. 75% ഓഫ് ഡാർക്ക് സ്റ്റോഴ്സും പ്രോഫിറ്റബിൾ ആണ്. ആദ്യമൊക്കെ 23 മാസം എടുത്തിട്ടാണ് ഒരു ഡാർക്ക് സ്റ്റോർ പ്രോഫിറ്റബിൾ ആയിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ജസ്റ്റ് 6 months കൊണ്ടാണ് അവർ പ്രോഫിറ്റ് ആക്കുന്നത്. If we stop growing, stop launching new markets, which we will not do, but if we did that, we would have a clear roadmap to getting to cash flow break even as an overall business, within a reasonable time frame. Not 3 years, 5 years, but within a year, maximum year. ഇവരുടെ ഡാർക്ക് സ്റ്റോഴ്സ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ക്വിക്കായിട്ട് എല്ലാം എങ്ങനെ പാക്ക് ചെയ്യാം എന്നുള്ള സെറ്റപ്പിലാണ്. ഈവൺ അവരുടെ ടെക്നോളജി കറക്റ്റായിട്ട് ഏത് പ്രോഡക്ട്സ് ആദ്യം വെക്കണം എന്ന് വരെ പറയും. സോ സാധനങ്ങളൊന്നും പൊട്ടിപ്പോവുകയില്ല. All of our packers basically have a handheld device, which is basically like an Android phone with a barcode scanner attached to it. And Google Maps style, we sort of navigate them through the most optimal path. So we tell them, go here, take left, wait, go to this shelf, pick this up, scan it, put it in the bag. And that's what allows them to do it in about a minute. പിന്നീട് അവരുടെ സക്സസിൻ്റെ മെയിൻ ഫാക്ടറായിരുന്നു അവർ പ്രൈവറ്റ് ലേബിൾ ബ്രാൻഡ്സ് ലോഞ്ച് ചെയ്തത്. എന്ന് വെച്ചാൽ മാനുഫാക്ചറിൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് ഡയറക്റ്റ്ലി പ്രോഡക്ട്സ് വാങ്ങി അവരുടെ ലേബലിൽ വിൽക്കും. സെപ്റ്റോ ബ്രാൻഡ്സിൽ വിൽക്കും. റെലിഷ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഫ്രഷ് മീറ്റ്സ് അവർ സെപ്റ്റോ ലേബലിൽ വിൽക്കുന്നുണ്ട്. സോ അവർക്ക് മാർജിൻ കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റും. അവർ നേരിട്ട ചാലഞ്ചസ് ഒക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യം ഒരു സബ്സ്ക്രിപ്ഷൻ പ്ലാൻ വെച്ചിരുന്നു. സെപ്റ്റോ പാസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു അത്. 99 രൂപ മാസം പേ ചെയ്യുകയാണെങ്കിൽ 99 രൂപ വർത്തുള്ള ഗുഡ്സ് വാങ്ങിക്കുകയാണെങ്കിൽ അൺലിമിറ്റഡ് ഫ്രീ ഡെലിവറി എന്ന് അവർ ഓഫർ ചെയ്തിരുന്നത്. പക്ഷേ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി ഫീസ് ഇങ്ങനെ റിമൂവ് ചെയ്യണമെങ്കിൽ കസ്റ്റമേഴ്സ് മാനുവലി തന്നെ ചെയ്യണമായിരുന്നു. അങ്ങനെ ഒരു പാസ് എടുത്തിട്ടുള്ള ആളാണെങ്കിലും 99 മുകളിൽ വർത്തുള്ള പ്രൊഡക്ട്സ് വാങ്ങിയാലും അവർ പേയ്മെൻറ്റ് ചെയ്യണതിന് മുമ്പ് ഡെലിവറി ഫീസ് റിമൂവ് ചെയ്യണമായിരുന്നു. അതൊരു ഈസി ഫൈൻ മെത്തേഡായിരുന്നില്ല. അഥവാ റിമൂവ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഡെലിവറി ഫീസ് ഈടാക്കും. ഇതൊരുപാട് യൂസേഴ്സിനെ കൂടുതൽ നിരാശപ്പെടുത്തിയൊരു സംഭവമാണ്. ആക്ച്വലി ഇതൊരു ബിസിനസ് ടാക്ടിക്സ് ആയിരുന്നെങ്കിലും പക്ഷേ ഇതൊരു സ്മാർട്ട് മൂവ് ആയിരുന്നില്ല. ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു. ബിക്കോസ് യൂസേഴ്സിൻ്റെ ട്രസ്റ്റിനെ ബാധിച്ചൊരു കാര്യമായിരുന്നു. ഇതുപോലെ തന്നെ ഒരു കാര്യം സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിനും പറ്റിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2022 സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് ഗ്രോസറി ഓർഡേഴ്സിന് 99 മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്കെല്ലാം ഫ്രീ ഡെലിവറി കൊടുത്തിരുന്നു. പിന്നീട് അവർ കാർഡ് വാല്യൂ 99 നിന്ന് 199 ഉയർത്തി. അതുപോലെ തന്നെ അവരുടെ മെമ്പർഷിപ്പ് ഫീ 299 3 മാസത്തേക്ക് എന്നുള്ളത് 1299 3 മാസത്തേക്കാക്കി ഉയർത്തി. അത് അവരുടെ 52% ഉണ്ടായിരുന്ന മാർക്കറ്റ് ഷെയർ 32% കുറഞ്ഞു. ബിക്കോസ് ആൾക്കാരെല്ലാവരും സെപ്റ്റോയിലേക്ക് സ്വിച്ചായി. പിന്നീട് സെപ്റ്റോ കഫേസ് ലോഞ്ച് ചെയ്തു. അവിടെ ഡെലിവറി ചെയ്തിരുന്നത് ചായ, കാപ്പി, സ്നാക്സ് അങ്ങനത്തെ പ്രൊഡക്ട്സ് ആയിരുന്നു. അതും 10 മിനിറ്റിനുള്ളിൽ. ഇതും അവരുടെ റവന്യൂ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ്. ഇനി സെപ്റ്റോൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദിത്യയ്ക്കും കൈവേലിയയ്ക്കും ഇന്ത്യയിലെ നെക്സ്റ്റ് ഡിമാർട്ട് ആക്കാനാണ് പ്ലാൻ. അതും 2 വർഷത്തിനുള്ളിലാക്കാനാണ് ഇവരുടെ പ്ലാൻ. ഇവരുടെ ഡാറ്റാസ് നോക്കുമ്പോൾ 40% ഓഫ് കസ്റ്റമേഴ്സും സെപ്റ്റോ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്രോസറി വാങ്ങാനാണ്. ഇത് ആക്ച്വലി അവരുടെ സെലക്ഷൻ ഗുഡ് ആയതുകൊണ്ടാണ്. ഇന്ത്യയിലെ ബോറിംഗ് ഇ-കോമേഴ്സ് ആയിട്ടുള്ള ആ ഒരു സെക്ടറിനെ ടൈം യൂട്ടിലൈസ് ചെയ്ത് ബില്യൺസ് ഓഫ് വാല്യുവേഷൻ ഉണ്ടാക്കിയെടുത്തൊരു കമ്പനിയാണ് സെപ്റ്റോ. എൻ്റെ ഇ-കോമേഴ്സ് സെക്ടറിനെ തന്നെ ഈ 17 വയസ്സാൽ മാറ്റിയെടുത്തു. പിന്നെ സെപ്റ്റോൻ്റെ നെക്സ്റ്റ് പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ IPO ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ പബ്ലിക് ലിസ്റ്റഡ് കമ്പനി ആയാൽ നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമോ? എന്താണെങ്കിലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ $700 million വാല്യുവേഷൻ ഉണ്ടായിരുന്ന ടെൻസോൻ്റെ ഡൗൺഫാളിനെ പറ്റി നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.